Times, Premium Business Lifestyle Magazine. Feel the freshness. Feel the softness. DQ 78 TFM Grade 1 Soap. ഹലോ നമസ്കാരം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇലക്ഷൻ ഭാരതത്തിൽ നടക്കുന്നു. പല ക്രമക്കേടുകൾ നടക്കുന്നു. അതിനോട് അനുബന്ധിച്ച് പ്രത്യേകിച്ച് വോട്ടിംഗ് യന്ത്രത്തോട് അനുബന്ധിച്ച് പല ക്രമക്കേടുകളും നടക്കുന്നതായിട്ട് വ്യാപകമായ പരാതി ഇന്ത്യയിൽ ഉടനീളമുണ്ട്. കേരളത്തിൽ ഇതുവരെ അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ചില ആഴ്ചകൾക്ക് മുന്നേ സംശയങ്ങളുണ്ടായി. ഈ പ്രാവശ്യം കേരളത്തിൽ ഇലക്ഷൻ നടക്കുമ്പോൾ ആ തട്ടിപ്പ് ഉണ്ടാവുമോ? ഉണ്ടായാൽ ജനങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. വോട്ടിംഗ് മെഷീനെ കുറിച്ച് പരാതിയുണ്ടോ? എന്തെങ്കിലും തട്ടിപ്പ് കൃത്രിമം നടക്കുമോ? വോട്ടിംഗ് മെഷീനെ കുറിച്ച് പരാതിയെല്ലാം ഉണ്ട്. ശരിയായ രീതിയിലല്ല ഇത് വോട്ടിംഗ് മെഷീൻ്റെ പ്രവർത്തനം. ഒരു സ്ഥാനാർത്ഥിക്ക് കുത്തിയിട്ടാകുമ്പോൾ BJPക്ക് തന്നെ 2 സ്ലിപ്പാണ് പോകുന്നത്. കേരളത്തിൽ അങ്ങനെ അട്ടിമറി നടക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? കേരളത്തിൽ അട്ടിമറി നടക്കാൻ സാധ്യതയില്ല. അഭ്യസ്തവിദ്യരായ നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു പറ്റിച്ചിട്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. എന്നാലും പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ കമ്മീഷൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. കോടതിയടക്കം ഇടപെട്ടിട്ടുണ്ട്. എന്താവുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വോട്ടിംഗ് മെഷീനെ കുറിച്ച് പരാതിയുണ്ടോ? പരാതി ഉണ്ടെങ്കിൽ അതിനകത്ത് കേരളത്തിൽ നടക്കുമോ? അതല്ല തട്ടിപ്പും വെട്ടിപ്പോകാൻ കേരളത്തിലെ ചാൻസ് കുറവാണെന്ന് തോന്നുന്നു. സുതാര്യമാണോ ചേട്ടൻ്റെ അഭിപ്രായത്തിൽ? കേരളത്തിൽ സുതാര്യമാണെന്ന് തോന്നുന്നു. ആണല്ലേ? വടക്കേ ഇന്ത്യയിലോ? എനിക്ക് അത്ര വിശ്വാസമില്ല. ആണല്ലേ? അതിൽ കൃത്രിമമുണ്ടല്ലേ? അല്ല, ഉണ്ടെന്ന് ഉറപ്പില്ല, എന്നാലും തോന്നുന്നു. അതെ അതെ. EVM പാറ്റേൺ ഇലക്ഷൻ നമ്മൾ നടത്തുന്ന ആ ഒരു സംവിധാനം അത് തട്ടിപ്പ് നടത്താൻ വഴിയുണ്ടോ? വോട്ടിംഗ് മെഷീനിൽ നല്ല തട്ടിപ്പ് നടക്കാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ എറണാകുളത്തോ? കേരളത്തിൽ മൊത്തത്തിൽ അങ്ങനെ ഒരു ഇതാണ് കാണുന്നത്. തട്ടിപ്പ് നടക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ വോട്ടിംഗ് മെഷീനെ കുറിച്ച് വ്യാപകമായ പരാതി ഉയർന്നിട്ടുണ്ട്. പറഞ്ഞാൽ എവിടെ കുത്തിയാലും താമര വിരിയും. ഇവിടെ അങ്ങനെ സംഭവിക്കും? ഇവിടെ സംഭവിച്ച ഇടിയായിരിക്കും. സംഭവിക്കൂല. ഇവിടെ അങ്ങനെ നടന്ന രാഷ്ട്രീയത്തിൽ ഇവിടെ അങ്ങനെ നടന്ന എന്ത്? അല്ല, ഇടിക്കാനല്ലേ പറ്റുള്ളൂ. നമുക്ക് വഴിപാടത്ത് വെട്ടാൻ ഇവിടെ EVM തട്ടിപ്പ് നടത്തിയാൽ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കിയുള്ള കാര്യം കണ്ടറിയണം. അതൊക്കെ മേലെ തകർക്കും. ഞങ്ങൾ എന്താണേലും കുഴപ്പമില്ല. ഞാൻ പറയട്ടെ, വോട്ടിംഗ് മെഷീനെ കുറിച്ച് പരാതിയുണ്ടോ? ഇവിടെ തട്ടിപ്പ് നടന്നാൽ എന്ത് ചെയ്യും? വോട്ടിംഗ് മെഷീനിൽ എറണാകുളത്തെ സംബന്ധിച്ച് അങ്ങനെ തട്ടിപ്പ് വരില്ല. ഇവിടെ നടക്കില്ല. വന്നാൽ വരാമന കാര്യം നമ്മൾ ഇപ്പോഴേ അങ്ങനെ എന്നാലും ഒരു ഒരുക്കം അങ്ങനെ വിധിയെഴുതേണ്ട കാര്യമില്ല. കാരണം അതിനുള്ള ശക്തമായിട്ടുള്ള സെക്യൂരിറ്റി ഇവിടെ കൊടുക്കും ഞങ്ങൾ. തീർച്ചയായിട്ടും ഇവിടെ പോലീസ് എന്ന് പറയുന്ന സാധനം നോക്കൂത്തിയല്ല. ഇന്ത്യൻസ് വിഭാഗമാണ് ഇവിടെ നടക്കണം. അതുകൊണ്ട് ഇങ്ങനെ ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തിയ ബീഹാറുകാരൻ 24 മണിക്കൂർ കൊണ്ട് പിടിച്ച കേരള പോലീസല്ലേ? പിന്നെ ഇവങ്ങനെ EVS തട്ടിപ്പ് പിടിച്ചിരിക്കും. അത് പിടിച്ചിരിക്കും. കോൺഫിഡന്റ് ആണ്. അതെ, ഒരു സംശയമില്ല. അതാണ് ഇവിടുത്തെ കേരള തട്ടിപ്പ് നടന്നാൽ നടക്കൂലെന്ന് ഞങ്ങൾ എഴുതി തരാം. കാരണം ശക്തമായിട്ടുള്ള ഒരു ഭരണം കേരളത്തിൽ നടക്കത്തില്ല അല്ലേ? അതൊക്കെയാണ് നമ്മുടെ സമാധാനം. അത് വടക്കിന്ത്യയിൽ നോക്കിയാൽ മതി. വോട്ടിംഗ് മെഷീനിൽ വ്യാപകമായ കൃത്രിമം നടക്കുന്നു. കേരളത്തിൽ നടന്നാൽ നടക്കുമോ? കേരളത്തിൽ നടന്ന നല്ല ഇടി ഇടിക്കും. അല്ലെ, ഏതോനെ കിട്ടിയാലും ഇടിക്കും. ജനം തന്നെ കൈകാര്യം ചെയ്യാം. സീരിയസ് ആണ്. നമ്മൾ ചിരിച്ചു എന്നാലും സീരിയസ് ആയിട്ടാണ് പറയുന്നത്. അത്ര വികാര നിർഭരമായിട്ട് പറയുകയാണ്. ജനം തന്നെ കൈകാര്യം ചെയ്യുക. അതിനുള്ള സംവിധാനങ്ങൾ ഇന്ന് ഭരിക്കുന്ന പാർട്ടിക്കുണ്ട്. എന്നാൽ കേരള നിയമത്തെ പോലീസിനെ നമുക്ക് വിശ്വാസമുണ്ട്. അതായത് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം കണ്ണൂർ 85 വയസ്സിന് മുകളിലുള്ള ആളുകളുടെ വോട്ട് നടന്നതിൽ ഒരു ബ്രാഞ്ച് സെക്രട്ടറി കയറി വോട്ട് ചെയ്തത് അത് ഇവിടെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും കാണിച്ചെല്ലാം കണ്ടതാണ്. അത് അയാളുടെ പേരിൽ അന്ന് തന്നെ പോലീസ് കേസെടുത്ത്. എന്തുകൊണ്ട് എടുത്തെന്ന് അറിയാമോ? അതായത് ഇതുപോലത്തുള്ള പരിപാടി ഒന്നും നടക്കൂല എന്ന് ഈ ഭരണ സംവിധാനത്തിന് മനസ്സിലായതിൻ്റെ പേരിലാണ് അത് എടുത്തത്. മനസ്സിലായ? അത് ജനങ്ങൾ ആ രീതിയിലാണ് ഇപ്പം എല്ലാ സോഷ്യൽ മീഡിയ എല്ലാ കാര്യങ്ങളും അപ്പം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനുള്ള നടപടികൾ അപ്പം തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. പ്രബുദ്ധ മലയാളിയാണ്. ഇവിടെ നടക്കില്ല. തീർച്ചയായിട്ടും നടക്കൂല. ഒരു കളിയും നടക്കൂല. ഇനി ഒരു ചോദ്യം ഉയർന്നത് ഈ സാഹചര്യത്തിൽ വോട്ടിംഗ് മെഷീനെ കുറിച്ച് വ്യാപകമായി പരാതി വന്നിട്ടുണ്ട്. വടക്കേ ഇന്ത്യയിൽ നടക്കുന്നു എന്ന് പറയുന്നു. നമുക്കറിയത്തില്ല അത് എന്താണെന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. കേരളത്തിൽ നടക്കുമോ? കേരളത്തിൽ നടക്കാൻ സാധ്യതയില്ല. അഖിലേന്ത്യാ തലത്തിൽ നടക്കാൻ വളരെ സാധ്യതയുണ്ട്. കേരളത്തിൽ 20 മണ്ഡലവും സേഫാണോ? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അത് കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ പോലെയൊക്കെ ഇരിക്കും. അവിടെ എന്താണ് പറയാനുള്ളത്? അത് തന്നെയാണ് പറയാനുള്ളത്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഒരു മണ്ഡലത്തിലെങ്കിലും കൃത്രിമം നടക്കുമോ?
നടക്കാൻ സാധ്യത കുറവ് കേരളത്തിൽ. കുറവാണല്ലേ? ചില ബൂത്തിൽ നടക്കും, മണ്ഡലത്തിൽ നടക്കില്ല. ചില ബൂത്തിൽ ഇലക്ഷൻ വോട്ടിങ്ങിൽ വ്യാപകമായ തട്ടിപ്പ് നടക്കുന്നു വടക്കേ ഇന്ത്യയിൽ. ഇവിടെ നടക്കാൻ സാധ്യതയുണ്ട് ഈ പ്രാവശ്യം? ഇവിടെ കേരളത്തിൽ അങ്ങനെ നടക്കാൻ സാധ്യത കുറവാണ്. ഇനി BJP കേന്ദ്രീകരിച്ചുള്ള ചില മണ്ഡലങ്ങളിൽ നടന്നുകൂടായി അല്ല എന്നാണ് സംശയം. ചില മണ്ഡലങ്ങളിൽ സാധ്യതയുണ്ടല്ലേ? ചില മണ്ഡലത്തിൽ അവർക്ക് ശക്തമായി കുറച്ച് വേരോട്ടമുള്ള മണ്ഡലങ്ങളിൽ അതിന് സാധ്യത കാണുന്നുണ്ട്. ഇവിടെ ഇലക്ഷൻ വോട്ടിംഗ് തട്ടിപ്പ് നടത്തുന്നുണ്ട് വടക്കേ ഇന്ത്യയിൽ. എറണാകുളത്തോ അല്ലെങ്കിൽ കേരളത്തിൽ സാധ്യതയുണ്ടോ ഇലക്ഷൻ തട്ടിപ്പ്, വോട്ടിംഗ് തട്ടിപ്പ്, വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ്? മെഷീൻ തട്ടിപ്പ് നടക്കും. അത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. എന്നുവെച്ചാൽ നമുക്ക് ആവശ്യമില്ലാത്ത വോട്ട് കയറിപ്പോവും. അത് തട്ടിപ്പിൻ്റെ പാർട്ടിക്ക് ഭൂരിപക്ഷം കൂടുതൽ കിട്ടും. വോട്ടിംഗ് മെഷീനെ കുറിച്ച് വ്യാപകമായ തട്ടിപ്പ് വെക്കുന്നത് കേരളത്തിൽ, പ്രത്യേകിച്ച് എറണാകുളത്ത് നടക്കുമോ? ഇല്ല അങ്ങനെയൊന്നും ഇവിടെ കേരളത്തിൽ നടക്കത്തില്ല. ഇല്ല. ഇവിടെ വോട്ടിംഗ് മെഷീനെ കുറിച്ച് പല വ്യാപകമായ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അതിനകത്ത് എന്തെങ്കിലും കേരളത്തിൽ നടക്കുമോ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ്? കേരളത്തിൽ നടക്കാൻ സാധ്യതയില്ല. എന്തുകൊണ്ടാണ്? എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ജനാധിപത്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാ ആൾക്കാരും ഒരുപോലെയുള്ള ഒരു ഇവിടെ വോട്ടിംഗ് മെഷീനിൽ വ്യാപകമായിട്ട് ക്രമക്കേട് നടക്കും എന്നുള്ളൊരു വാർത്ത കിട്ടിയിട്ടുണ്ട്. വടക്കേ ഇന്ത്യയിൽ നടക്കുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട്. ഇവിടെ എറണാകുളത്തും കേരളത്തിൽ ഈ പ്രാവശ്യം ക്രമക്കേട് നടക്കാൻ ഇടയുണ്ടോ വോട്ടിംഗ് മെഷീനിലൂടെ? അതൊക്കെ എല്ലാ വർഷവും ഇതിനെപ്പറ്റി പറയണമല്ലോ. അങ്ങനെ അങ്ങോട്ട് അവസാനിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല. ഒരു ഇഷ്യൂ ഉണ്ടാക്കി എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ വെറുതെ ഒരു വാർത്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും പറയുന്നല്ല. സംഭവിക്കില്ല. കേരളത്തിൽ അങ്ങനെ വളരെ അപൂർവം നടക്കാറേ ഇല്ല. സംഭവിക്കാൻ സാധ്യതയില്ല. നടക്കാൻ സാധ്യതയില്ല. EVM മെഷീൻ, അത് നമ്മുടെ വോട്ടിംഗ് യന്ത്രം, അതിനെക്കുറിച്ച് വ്യാപകമായിട്ട് ആക്ഷേപം വന്നിട്ടുണ്ട് വടക്കേ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ. ഈ പ്രാവശ്യം നടക്കാൻ സാധ്യതയുണ്ടോ? ഇതിനെക്കുറിച്ചൊരു സംശയം തീർച്ചയായും വളരെ ബലത്തായ സംശയം ഈ കാര്യത്തിലുണ്ട്. സുപ്രീം കോടതിയൊക്കെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ കാര്യത്തിൽ മറ്റ് വിഷയങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളൊക്കെ സമ്മതിച്ചിരിക്കുന്നത്. തീർച്ചയായും എന്തോ ഒന്ന് വോട്ടിംഗ് മെഷീനകത്ത് ഉണ്ടെന്നുള്ള കാര്യം സത്യസന്ധമായ കാര്യം. കാരണം ഈ അടുത്ത സമയത്ത് മോപ്പോൾ നടന്നപ്പോഴൊക്കെ BJPക്കാണ് ഫസ്റ്റ് ചാൻസിൽ വോട്ട് വന്നത്. ആ കാര്യത്തിലേക്ക് ഒരു സംശയം ഉള്ള സാഹചര്യമുണ്ട്. അങ്ങനെ ക്രമക്കേട് വന്നാൽ ഇവിടുത്തെ ജനങ്ങൾ അടങ്ങിയിരിക്കുമോ? തീർച്ചയായും അതിനകത്ത് ജനാധിപത്യ വിശ്വാസികളാണ് കേരളത്തിലുള്ളവരൊക്കെ. എല്ലാ കാര്യത്തിലും സംയമനം പാലിക്കുന്നൊരു ജനതയാണ് നമ്മുടെ ജനത. അത് കാത്തിരുന്ന് അതിൻ്റെ ഫലത്തെക്കുറിച്ച് സംസാര വിഷയമാക്കിക്കൊണ്ട് അവർ ചർച്ച ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ അങ്ങനെ നടക്കാൻ സാധ്യതയുണ്ടോ? കേരളത്തിലാണോ? അത്തരത്തിലൊരു ഇത് കേരളത്തിൽ സംഭവിക്കാൻ വഴിയില്ല. പിന്നെ വോട്ടിംഗ് മെഷീനിലെ സംഭവമാണ്, അത് ജനങ്ങളുടെ കയ്യിലത്തെ കാര്യമല്ല. അതിൻ്റെ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് അദാനിയും അംബാനിയും പോലുള്ള ആളുകളാണ് അതിൻ്റെ മാനുഫാക്ചറിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്തെ യഥാർത്ഥ കൃത്യമായ വിഷയം നമുക്ക് അറിയത്തില്ല. വോട്ടിംഗ് മെഷീനെ കുറിച്ച് സംശയമുണ്ടോ? അത് എനിക്ക് സംശയമുണ്ട്. ഉണ്ട്. അതിങ്ങനെ സംശയം വന്നാൽ ജനങ്ങൾ എങ്ങനെയായിരിക്കും ഇവിടുത്തെ പ്രതികരണം? അതെന്ന് വെച്ചാൽ എപ്പോൾ നോക്കിയാൽ ഈ കോൺഗ്രസ് നോക്കണം. കാരണം എന്തോ ഒരു തട്ടിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എങ്ങനെയെന്ന് എനിക്കറിയാൻ പാടില്ല. അതൊക്കെ ഇനി ഇവർ ഇടപെടണം. നമുക്ക് നമ്മളൊക്കെ ആരുമല്ലല്ലോ. കേരളത്തിൽ ഉദ്ദേശിച്ചത് കേരളത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമുണ്ടാവില്ല. ഓക്കെ. EVM മെഷീന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും കൃത്രിമം കാണിക്കാൻ ഇടയുണ്ടോ? സാധ്യതയുണ്ട്. അത് ഒന്ന് ചെക്ക് ചെയ്യണത് നല്ലതായിരിക്കും. ഒന്നും കൂടി കേരളത്തിൽ കുറവായിരിക്കും, ഔട്ട്സൈഡ് കുറച്ച് കൂടുതലാണത്. വോട്ടിംഗ് മെഷീനെ കുറിച്ച് വ്യാപകമായി കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. എറണാകുളത്തും കേരളത്തിൽ നടക്കാൻ സാധ്യതയുണ്ടോ? ഇപ്പം കംപ്ലൈൻറ്റ് പറയുന്നത് വെച്ചാൽ വരും സാധ്യത. കേരളത്തിൽ സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെ ക്രമക്കേട് ഉണ്ടായാൽ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കും? ജനങ്ങൾ പ്രതികരിക്കുമല്ലോ എല്ലാവരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി കാരണം ഇങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ജനങ്ങൾ പ്രതികരിക്കാൻ ചെയ്യും. ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. വോട്ടിംഗ് മെഷീനെ കുറിച്ച് വ്യാപകമായ ക്രമക്കേടുകൾ പറയുന്നു, പരാതികൾ ഉന്നയിക്കപ്പെടുന്നു വടക്കേ ഇന്ത്യയിൽ. കേരളത്തിൽ ഈ പ്രാവശ്യം അത് നടക്കാൻ സാധ്യതയുണ്ടോ? കേരളത്തിൽ നടക്കാൻ സാധ്യതയില്ല. അങ്ങനെ ഒരു സാധ്യത വന്നാൽ, സാധ്യത തെളിയിക്കപ്പെട്ടാൽ നിങ്ങളുടെയൊക്കെ പ്രതികരണം എന്തായിരിക്കും? പണ്ടേ വോട്ടിംഗ് മെഷീനോട് താല്പര്യമില്ല, ബാലറ്റിനോട് താല്പര്യം. അല്ല, അങ്ങനെ ക്രമക്കേട് ഈ പ്രാവശ്യം കണ്ടുപിടിച്ചാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? പ്രതികരണം എന്തായിരിക്കും? ഇത് ഇവരുടെ വടക്കൻ നോർത്ത് ഇന്ത്യയുടെ ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് ഇതാണല്ലോ, കുറ്റമായിരിക്കുമല്ലോ. വോട്ടിംഗ് മെഷീനെ കുറിച്ച് പരാതിയുണ്ടോ? ഇല്ലല്ല, അതിലൊന്നും പരാതി. കേരളത്തിൽ പരാതി വരില്ല? ഇല്ലല്ലേ, അതിനെക്കുറിച്ചൊന്നും പരാതി. സുതാര്യമായ വോട്ടിംഗ് നടക്കും. കേരളമല്ലേ, അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. വോട്ടിംഗ് മെഷീനെ കുറിച്ച് വ്യാപകമായ ക്രമക്കേടുകൾ കാണുന്നത് വടക്കേ ഇന്ത്യയിൽ. കേരളത്തിൽ അത് ഉണ്ടാവും ഈ ഇലക്ഷനോടുകൂടി? പല സ്ഥലത്തിലും ഇങ്ങനെ തട്ടിപ്പും വെട്ടിപ്പൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നത് കേൾക്കും. കേരളത്തിൽ കേരളത്തിൽ പ്രത്യേകിച്ച് ഉണ്ടാവുമല്ലോ. കാരണം മറ്റുള്ള ദ്വീപുകളനുസരിച്ച്
ലക്ഷദ്വീപ് പോലുള്ള സ്ഥലങ്ങളുമല്ല കേരളം. അപ്പോൾ പലതും സംഭവിക്കാൻ സാധ്യതയുണ്ട്. തട്ടിപ്പുണ്ടായ ചേട്ടൻ്റെ പ്രതികരണം, ഇവിടുത്തെ മലയാളികളുടെ പ്രതികരണം എന്തായിരിക്കും? മലയാളികൾ കഷ്ടപ്പാടിൽ പിന്നെ കഷ്ടപ്പാട് തന്നെയായിരിക്കും, ലക്ഷദ്വീപുകാർക്ക് പ്രത്യേകിച്ച്. വോട്ടിംഗ് മെഷീനെ കുറിച്ച് വ്യാപകമായ ക്രമക്കേടുകൾ വടക്കേന്ത്യയിൽ കണ്ടെത്തി പല തവണ ഈ പ്രാവശ്യവും അത് ഉണ്ടാവുമെന്ന് പലരും പറയുന്നു, പല മാധ്യമങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു. എറണാകുളത്തും കേരളത്തിലും അത് സംഭവിക്കുമോ? അങ്ങനെ സംഭവിക്കാനില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാലത്തിനനുസരിച്ച് മാറണം. അതിനാണല്ലോ ഈ വോട്ടിംഗ് മെഷീൻ. പക്ഷേ അതിൽ ന്യൂനതകളുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് പൗരനായ നിങ്ങളോ ഞാനോ അല്ല, അത് ഇന്ത്യൻ ഗവൺമെൻറ്റാണ്. അത് ഗവൺമെൻറ് നോക്കിക്കോളൂ, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അത് തെറ്റുണ്ടെങ്കിൽ തിരുത്തിയേ പറ്റൂ. അങ്ങനെ സംഭവിച്ചാൽ ജനങ്ങളുടെ പ്രതികരണം, താങ്കളുടെ പ്രതികരണം എന്തായിരിക്കും? അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ പിന്നെ ബാലറ്റിലൂടെ വോട്ട് ചെയ്യാൻ താല്പര്യപ്പെടും.